ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോട്ടേഴ്സ് ടൂറാണ് കേട്ടോ. നമ്മുടെ പഞ്ചാബിലെ കോട്ടേഴ്സാണ് കാണിക്കാൻ പോകുന്നത്. ഇതിന് മുൻപ് ഞാൻ രാജസ്ഥാനിൽ നിന്നപ്പോഴും അവിടുത്തെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. രണ്ട് ടൈപ്പിലുള്ള കോട്ടേഴ്സാണ് കേട്ടോ. കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ എനിക്ക് രാജസ്ഥാനിലെ കോട്ടേഴ്സാണ് ഇഷ്ടം. രാജസ്ഥാനിലെ കോട്ടേഴ്സ് പുറത്തുനിന്ന് നോക്കുമ്പോൾ അത്രയ്ക്ക് വലിയ ഭംഗിയില്ല, പക്ഷേ ഇത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഓക്കെയാണ് കേട്ടോ. പക്ഷേ അവിടുത്തെ ക്വാർട്ടർ ഉള്ളിൽ അടിപൊളി ക്വാർട്ടേഴ്സായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ രണ്ടും കണ്ടു നോക്കിയിട്ട് ഏതാ നല്ല ക്വാർട്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇതുപോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് വേറെ യൂണിറ്റുകാരെ ക്വാർട്ടേഴ്സ് ഉണ്ട്. ഈ കാണുന്നതൊക്കെ പുതിയ ക്വാർട്ടേഴ്സാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട്. കാരണം അവിടെ ഫുൾ ടൈലാണ് കേട്ടോ. ഇറയടക്കം ടൈലാണ് അവിടെ കാണുന്നത്. പക്ഷേ നമ്മുടെ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, പഴയ ക്വാർട്ടേഴ്സാണ്. ഇടിഞ്ഞ് പൊളിഞ്ഞ് ഓരോ സാധനങ്ങളൊക്കെ ഡെയിലി ഇങ്ങനെ വീണുകൊണ്ടിരിക്കും കേട്ടോ മുകളിൽ നിന്ന്. അപ്പോൾ നമ്മുടെ ഉണ്ണി ആ വഴി കാണിക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് കേട്ടോ. അവന് കറക്റ്റ് അറിയാം അവൻ്റെ ക്വാർട്ടേഴ്സ് ഏതാണ്. നമ്മുടെ ക്വാർട്ടേഴ്സ് ഇതാ മുകളിലുള്ളതാണ് കേട്ടോ. ഡോറ് തുറന്ന് കിടക്കണില്ലേ, അതിൻ്റെ താഴെയുള്ളവർ കഴിഞ്ഞ ആഴ്ച വെക്കേറ്റ് ചെയ്ത് പോയി. ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവൻ തന്നെ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് മുകളിലേക്കൊക്കെ വരും. സ്റ്റെപ്പ് കയറാൻ മീൻസ് മുട്ടുകുത്തിയിട്ടൊക്കെയാണ് കയറുക കേട്ടോ. എന്നാലും ഇതേവരെ വീണിട്ടൊന്നുമില്ല, കണ്ടില്ലേ. അതാണ് ഞാൻ കാണിച്ചു തന്നതാണ് നമ്മുടെ ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ പോണതാണ് വഴി. ഇപ്പോൾ ഈ കാണുന്ന രണ്ട് ഡോർ എന്ന് പറയുന്നത് താഴത്തുള്ളവരുടെയാണ് കേട്ടോ. മുകളിലത്തെ ക്വാർട്ടേഴ്സും താഴത്തെ ക്വാർട്ടേഴ്സും തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ കേട്ടോ. അതായത് നമ്മൾ ബാൽക്കണിയിൽ നിന്ന് നോക്കണ ആ വ്യൂ ആണ് താഴത്തെ ആൾക്കാരുടെ കറക്റ്റ് വരിക. ഫ്രണ്ടിൽ രണ്ട് ഡോറായിട്ട് വരും. നമ്മുടെ എന്ന് പറയുമ്പോൾ കറക്റ്റ് ഫ്രണ്ടിലായിട്ട് ഹാൾ എന്ന രീതിയിലാണ് വരിക. പക്ഷെ ഇവരുടെ എന്ന് പറയുമ്പോൾ താഴെയുള്ളവരുടെ രണ്ട് റൂമായിരിക്കും കയറി ചെല്ലുമ്പോൾ വരുന്നുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയൊരു വരാന്ത പോലെ, അത് കഴിഞ്ഞിട്ട് ഉള്ളിലൊരു റൂം, അങ്ങനെയാണ്. അവരത് ഉള്ളിലത്തെ റൂം ഹോൾ എന്ന രീതിയിൽ എടുക്കും. കറക്റ്റ് നോക്കുമ്പോൾ നമ്മൾ ബാൽക്കണിയിൽ നിന്ന് നോക്കണം അതേ വ്യൂ തന്നെയായിരിക്കും കേട്ടോ കറക്റ്റ് ഉണ്ടാവുക. പിന്നെ നമ്മുടെ ക്വാർട്ടേഴ്സിൽ കുറേ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ബാത്റൂം ഡോറ് ഹോൾ ഉള്ളതായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് കറണ്ടിൻ്റെയാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കണക്ഷൻ പ്രോബ്ലംസ് ഭയങ്കരമായിട്ടുണ്ട്. നമ്മുടെ കിച്ചണിൽ ഒന്നും വർക്കാവില്ല, സ്വിച്ചും ഒന്നും വർക്കാവില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ മിക്സി ഇൻഡക്ഷനൊക്കെ നമ്മൾ വേറൊരു റൂമിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ചില റൂമിൽ വോൾട്ടേജ് പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ അവിടെ എത്തി, കണ്ടില്ലേ. രണ്ടെണ്ണമായിട്ടാണ് വരുന്നത്. തൊട്ടപ്പുറത്തെ വേറെ ഫാമിലി ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ക്വാർട്ടേഴ്സാണ്. മുൻപത്തെ സ്ഥലത്ത് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ആയിരുന്നു കേട്ടോ ഡോറുകൾ ഉണ്ടായിരുന്നത്. ഇത് കറക്റ്റ് നേരെയായിട്ടാണ് വരുന്നുണ്ടായിരുന്നത് കേട്ടോ. കണ്ടില്ലേ, നമ്മൾ കയറി ചെല്ലാണ് തന്നെ ഹാളിലേക്കാണ് കേട്ടോ. ഇത് ചിലവർ ഹാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ചിലവർ ഇങ്ങനെ നമ്മുടെ തൊട്ടപ്പുറത്തെ ക്വാർട്ടേഴ്സിൽ അത് അടിപൊളിയാണ് കേട്ടോ. അവർ ഡെക്കോറൊക്കെ ചെയ്തിട്ടും കുറേ കസേരയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കേട്ടോ. നമ്മൾ കുറേ വാങ്ങിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. ഞാനിതിപ്പോൾ രണ്ട് ടൈപ്പിൽ എടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോ. ഇതൊക്കെ എൻ്റെ ഡ്രോയിങ്സാണ്. ഞാൻ ഓരോന്നൊക്കെ ചെയ്തു വെച്ചു സ്റ്റാർട്ടിങ്ങിൽ കിട്ടാം. അത് കഴിഞ്ഞിട്ടൊന്നും ചെയ്യാനുള്ള നേരമൊന്നും എനിക്ക് കിട്ടാറില്ല. ഈ സൈഡിൽ ചുമരുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് വെള്ളം ലീക്കായിട്ട് ഇങ്ങനെ പൂപ്പൽ പോലെ വന്നേക്കണതാണ് കേട്ടോ. ഇതാണ് ഹോള്. ഞാൻ രണ്ട് ടൈപ്പിലെടുത്തത് വേറെ ഒന്നും കൊണ്ടല്ല. വേറെ ടൈപ്പിലെടുക്കുമ്പോൾ ചെറുതായിട്ട് തോന്നുന്നു, ഹോള് അത്ര വലിപ്പമില്ല, കുഞ്ഞിതായിട്ട് തോന്നുന്നു. കാരണം ഞാൻ രണ്ട് ടൈപ്പിലെടുത്ത് നോക്കിയത് കേട്ടോ. പിന്നെ ഈ രണ്ട് സൈഡിൽ കാണുന്നത്, ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒന്ന് ടോയ്ലറ്റും ഒന്ന് ബാത്റൂമുമാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ കിടക്കണത്. ഫ്രിഡ്ജ് ഇവിടെ വെച്ചതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. കണക്ഷൻ പ്രോബ്ലം കാരണം ഇവിടെയാണ് കറക്റ്റായിട്ട് ഇരിക്കണത്. അതുപോലെ തന്നെ ഹീറ്റർ ഇവിടെ ഉണ്ണി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവനെ എണീറ്റു. അപ്പോൾ ഞാൻ അവനെ എടുത്തുകൊണ്ട് നടന്നിട്ടാണ് വീഡിയോ എടുക്കണത്. ഹീറ്റർ അവിടെ ഓണാണ്. ഹീറ്ററും ആ ഒരു കണക്ഷനിൽ തന്നെ വർക്കാവുള്ളൂ കേട്ടോ. ഇപ്പുറത്ത് നമ്മൾ കുത്തിവെക്ക് വോൾട്ടേജ് പ്രശ്നം കാരണം നിൽക്കണില്ല. നിലത്ത് നമ്മൾ തണുപ്പായ കാരണമായിട്ടാണ് മാറ്റ് വിരിച്ചിട്ടുള്ളത്. പിന്നെ ഇത് അവിടെ ആയിട്ട് ആ കർട്ടൻ കിടക്കണോടത്ത് ഒരു ഡോറുണ്ട് ബാൽക്കണിയെ പോകാനുള്ളത്. തണുപ്പായ കാരണം നമ്മളിപ്പോൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത റൂം എന്ന് പറയുന്നത് ഇത് കറക്റ്റ് ആരും യൂസ് ചെയ്യുന്നില്ല. ചേട്ടൻ്റെ ഡ്രസ്സിങ് റൂമാണ്. ഇഷ്ടം പോലെ ഡ്രസ്സുകൾ അവിടെ ഇവിടെയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അതൊക്കെ ചേട്ടൻ്റെ യൂണിഫോമാണ് കേട്ടോ. ഈ കൂളർ നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചേക്കണതാണ്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ മിക്സിയും ഇൻഡക്ഷനൊക്കെ നമ്മൾ ഇവിടെയാണ് യൂസ് ചെയ്യണത് കേട്ടോ. ഇവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം തന്നെയാണ് ഇത് ഉപയോഗിക്കാറുള്ളൂ. ഇവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ കറക്റ്റ് ബാൽക്കണിക്ക് പോണത്. കാരണം മറ്റേ ഡോറ് ഫുള്ളായിട്ട് ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഇടയിൽ തുണിയൊക്കെ തിരുകി തണുപ്പ് കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തുണിയൊക്കെ വെച്ചേക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഡോറ് നമ്മൾ ഇപ്പോൾ തുറക്കാറേ ഇല്ല. ഈ ഡോറ് തുറന്നിട്ടാണ് ബാൽക്കണിയുടെ അവിടേക്കൊക്കെ പോകാറുള്ളത് കേട്ടോ. ഇവിടെ നമ്മുടെ ഉണ്ണി മിക്കപ്പോഴും ഞാനൊക്കെ ഇവിടെ വന്ന് നിൽക്കാറുണ്ട്. ഇപ്പോൾ തണുപ്പ് രാത്രി മാത്രമേ ഉള്ളൂ കേട്ടോ. മറ്റേത് ഏത് നേരം തണുപ്പ് തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇതാണ് ബാൽക്കണി. അവിടെ നമ്മൾ തീ ഇട്ടതിൻ്റെയാണ് ആ കറുപ്പ് കാണുന്നത് കേട്ടോ. തണുപ്പ് കാലത്ത് തീ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിനെയാണ് കാണുന്നത്. കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ ഡോർ. അപ്പുറത്തെ റൂമിൽ നിന്ന് വരാനുള്ള ഡോറ് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ കിടക്കണ റൂമിലത്തെ ഫാൻ വർക്കിംഗ് ആണെങ്കിൽ തന്നെ ഈ റൂമിലത്തെ ഫാൻ വർക്കിംഗ് അല്ല കേട്ടോ. ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് കത്തും,
അതായത് ഫാനിൻ്റെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് കത്തുക, അങ്ങനെയൊക്കെയാണ് കണക്ഷൻ പ്രോബ്ലം. ഈ ഡോറാണ് ഞാൻ മാറ്റിയെന്ന് പറഞ്ഞത്, ബാത്റൂമിൻ്റെ ഡോറ്. ഈ കാണുന്നത് നമ്മുടെ കിച്ചണാണ്. കിച്ചൻ്റെ ഡോറ് നെറ്റിൻ്റെ ഡോറാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ നന്നായിട്ട് ഇങ്ങനെ പൊടിയൊക്കെ എല്ലാ ദിവസവും വീണുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് കിച്ചൺ. കിച്ചണിൽ സാധനങ്ങൾ വളരെ കുറവായിരിക്കും. ഞാൻ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇങ്ങനെ കവറിൽ തന്നെ റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ട് ഈ ഒരു കബേർഡിലാണ് വെച്ചേക്കണത് കേട്ടോ. താഴെയുള്ള കാർബോർഡിൻ്റെ ഇല്ലേ, അതിലാണ് വെച്ചേക്കണത്. പിന്നെ നമ്മൾക്ക് കുറച്ച് പാത്രങ്ങൾ വരുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ഓരോരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ നെയ്യ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയില്ലേ, അച്ചാർ അങ്ങനെയൊക്കെ വാങ്ങിയതിൻ്റെ ചെപ്പുകളാണ് ഇത് മൊത്തം. ഞാൻ ഓരോ സാധനങ്ങൾ ഇട്ട് വെച്ചേക്കണത് കേട്ടോ. പാത്രങ്ങളൊന്നും വലിയ കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ മെയിൻ പ്രശ്നം, മുകളിൽ നിന്ന് നന്നായിട്ട് വെള്ളം വീണുണ്ടായിരുന്നു. താഴെയുള്ളവർ പോയപ്പോൾ നമ്മൾ മുകളിൽ പോയിട്ട് ഓഫ് ചെയ്തതിന് ശേഷമാണ് വെള്ളം വീഴാണ്ടിരുന്നത്. അല്ലെങ്കിൽ ഇവിടെ വെള്ളത്തിൻ്റെ കളിയാവും ഉണ്ടാവാറ്, ചളി പുളിയെന്നായിരിക്കും ഉണ്ടാവാറ് കേട്ടോ. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ മുകളിൽ നിന്ന് കുറേ സാധനങ്ങൾ ഇങ്ങനെ വീഴുന്നുണ്ട്. പിന്നെ ഇവിടെ ടൈല് പറയണത് കിച്ചണിലും ടോയ്ലറ്റിലും ബാത്റൂമിലും മാത്രമേ ഉള്ളൂ. അതും വെള്ള ടൈലാണ് ഉള്ളത് കേട്ടോ. ബാക്കി എല്ലായിടത്തും നോർമൽ ഇങ്ങനെ സിമെൻറ്റിൻ്റെ പോലെ തന്നെയാണ് കേട്ടോ. ഇതാണ് വാഷ് ബേസിൻ. ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ കൂടി കിച്ചണിൽ മാത്രമാണ് വാഷ് ബേസിനുള്ളൂ. മറ്റേ സ്ഥലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ഫേസ് വാഷ് ചെയ്യാനൊക്കെ ഹോളിലൊക്കെ ഉണ്ടായിരുന്നു. അത് എനിക്ക് മെയിൻ അവിടുത്തെ സ്ഥലമാണ്. ഇവിടുത്തെ കിച്ചണിലൊന്നും വലിയ സൗകര്യമൊന്നുമില്ല. എന്നാലും ഉള്ളത് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുള്ളൂ കേട്ടോ. മറ്റേ സ്ഥലത്ത് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാർട്ടേഴ്സായിരുന്നു. ആ ക്വാർട്ടേഴ്സ് പുതിയതെന്നൊന്നും നമുക്ക് പറയാനൊന്നും പറ്റില്ല. അതും പഴയതൊക്കെ തന്നെയായിരുന്നു കേട്ടോ അല്ലേ. ഇതാണ് അപ്പോൾ നമ്മുടെ ക്വാർട്ടേഴ്സ് എന്ന് പറയണത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് രണ്ടും കണ്ടിട്ടൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടെ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക.